ഞാനേ ഇന്നലെ രാത്രി നല്ല ചൂരക്കറി മുളകിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായേ. അപ്പോൾ രാവിലത്തെ ചായ കുടിക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടേ ചൂടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂരയാണ് കിട്ടിയത്. അതിൻ്റെ കൂടെ നല്ല പുട്ടിന് ഞാൻ കുഴച്ചിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ പുട്ടും കുറ്റിയിൽ ഞാൻ നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പുട്ടിനൊന്ന് ആവി വരട്ടെ. അപ്പോഴേക്ക് നമ്മളെ ചൂരക്കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ചൂരയ്ക്ക് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. ഞാൻ മണമൊക്കെ ഉണ്ടോയെന്ന് നോക്കിയതാണ്, പക്ഷെ അങ്ങനെ ഒരു മണമൊന്നും ഇല്ല കേട്ടോ. നല്ല ഫ്രഷ്നെസ്സിൻ്റെ മണം തന്നെയാണില്ലേ. അപ്പോൾ ഇതാ പുട്ടും കുറ്റി ആവി വന്നപ്പോൾ ഞാനിതാ പുട്ട് തള്ളിയിടാണ് കേട്ടോ. അപ്പോൾ 3 അടുപ്പിൽ ഓരോ ഐറ്റം ഉണ്ട്. പിന്നെ ചൂര പൊരിച്ചെടുക്കുന്നുണ്ട്, പിന്നെ പുട്ട്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചായയും ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഞാൻ വേഗം തിരക്കിൽ തന്നെ ടേബിളിൽ കൊണ്ടുവച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇച്ചാക്കും മോനും പോകണമല്ലോ. അപ്പോൾ ചൂട് പുട്ടും നല്ല ചൂരക്കറിയും കൂടി കഴിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കും. ഇപ്പം തിരക്കിലെ സമയമല്ലേ, കഴിക്കാൻ പറ്റിയില്ലല്ലോ. ഇന്ന് മോന് കൊണ്ടുപോകാൻ സ്പെഷ്യലായിട്ട് ചൂര പൊരിച്ചതാണ് കൊടുത്തു വിടുന്നത് കേട്ടോ. എൻ്റെ സ്കൂളിൽ നിന്നാണ് അവൻ ചോറ് വയ്ക്കൽ. നല്ല കറികളൊക്കെ ഉണ്ടാവും, അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കൊടുത്തു വിടുന്നതേ ഇല്ലൂ. പിന്നെ ഇതാ ഞാൻ ചായ കുടിക്കാണ് കേട്ടോ. ചായയൊക്കെ കുടിക്കുമ്പോൾ ഇരുന്നങ്ങ് കുടിക്കണം, അല്ലെങ്കിൽ ചായ കുടിക്കാത്ത പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇരുന്ന് കുടിക്കണത്. ഇത്ര തിരക്കായിട്ടും ഇരുന്നേ കുടിച്ചാലേ എനിക്ക് സമാധാനം കിട്ടും. അവന് സ്കൂളിൽ പോകാൻ ബുക്കൊക്കെ റെഡിയാക്കി കൊടുത്തേ, എന്നിട്ട് അവൻ പോയി. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.